ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ ഫിദോസ് ഇൻ വണ്ടർലാൻഡ്. ഇന്ന് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് 2015 റിലീസ് ചെയ്ത ആൽവിൻ ആൻഡ് ദ ചിപ്മൺസിന്റെ പാർട്ട് 4 ആണ്. ഒരുപാട് നാളായി വീഡിയോ ചെയ്തിട്ടെന്നറിയാം. ക്ലാസ്സും നോട്ടും എക്സാമും എല്ലാം കാരണമാണ് വീഡിയോ ചെയ്യാൻ ലേറ്റ് ആകുന്നത്. അതിനെന്റെ എല്ലാ ഫ്രണ്ട്സിനോടും സോറി. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആരെങ്കിലും അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് ആൽവിൻ ആൻഡ് ദ ചിപ്മൺസിന്റെ ലാസ്റ്റ് പാർട്ടാണ്. ഇതിനു ശേഷം ആൽവിൻ ആൻഡ് ദ ചിപ്മൺസ് വേറൊരു പാർട്ട് റിലീസ് ചെയ്തിട്ടില്ല. ഈ പാർട്ടിൽ ഒരുപാട് ട്വിസ്റ്റും ചിരിക്കാനും കരയാനും ഒക്കെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ കാണണ്ടേ? അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഡേവിഡിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ചിപ്മൺസ് ഡേവിഡ് അറിയാതെ ഒരു സർപ്രൈസ് പാർട്ടിക്കുള്ള അറേഞ്ച്മെന്റ്സിനുള്ള തിരക്കിലാണ്. ചിപ്മൺസിനോടാണെങ്കിൽ ചിപ്മൺസ് പറഞ്ഞത് അവർ ഒരു റിയാലിറ്റി ഷോക്ക് ജഡ്ജായി പോകുന്നത് കാരണം അവർക്ക് വേണ്ടി നടത്തുന്ന പാർട്ടിയാണെന്ന്. ഒരു വെടിക്ക് 2 പക്ഷി എന്ന ഉദ്ദേശമാണ് ഇവർക്ക്. പാർട്ടി അറേഞ്ച്മെന്റ്സ് എല്ലാം കഴിഞ്ഞ് പാർട്ടി നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹാപ്പി ബർത്ത്ഡേ ഡേവിഡ് അങ്ങനെ ഒരു വീഡിയോയും എടുത്തു വെക്കുന്നുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞ ഒരു പൊളപ്പൻ പാർട്ടി, പാട്ട്, ഡാൻസ്, ഡ്രിങ്ക്സ് അങ്ങനെ എല്ലാം കൊണ്ട് അവർ ആടിപ്പാടി എൻജോയ് ചെയ്യുകയാണ്. ഒരുപാട് പേരുണ്ട്. അവിടേക്ക് വന്ന ഡേവിഡ് കണ്ണും തള്ളി നിൽക്കുകയാണ്. എന്റെ വീട്ടിൽ ഇത്രയും ആളുകളോ, ഇവിടെ എന്താ നടക്കുന്നത്? എല്ലാം കണ്ട് അന്തം വിട്ട ഡേവിഡ് ഉടനെ തന്നെ എപ്പോഴത്തേം പോലെ ആൽവിൻ എന്ന് നീട്ടി വിളിക്കുന്നു. അങ്ങനെ എല്ലാവരോടും താങ്ക് യു ഒക്കെ പറഞ്ഞ് എല്ലാവരും അവിടെ നിന്നും പോയതിനു ശേഷം ഡേവിഡ്, എനിക്കാണ് തെറ്റ് പറ്റിയത്. എനിക്ക് തന്നെ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അല്പമെങ്കിലും മെച്യൂരിറ്റി വന്നിട്ടുണ്ടാവുമെന്ന്. നിങ്ങൾ ഇപ്പോഴും ഒരു കുഞ്ഞുങ്ങളാണ്, അണ്ണാ കുഞ്ഞുങ്ങൾ. അല്ലെങ്കിൽ എന്റെ അനുവാദമില്ലാതെ ഇത്രയും വലിയൊരു പാർട്ടി ഇവിടെ നടത്തുമോ? ഞാൻ എന്റെ ജീവിതത്തിൽ പുതിയൊരു സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. അപ്പോഴെങ്കിലും നിങ്ങളുടെ കുസൃതി അല്പമെങ്കിലും കുറക്ക്. ഡേവിഡ് പിന്നെയും വളവളവളവള എന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. ആൽവിൻ, ഞങ്ങൾക്ക് മെച്യൂരിറ്റി വന്നു എന്ന് പറയുമ്പോൾ സൈമൺ, അത് വിശ്വസിക്ക് ഡേവിഡ്, ഈ പ്രാവശ്യത്തെയും കൂട്ടച്ച ഒരു 158. ഇനി ആവർത്തിക്കില്ല സത്യമായിട്ടും. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ ഈ അടുത്തായി മയാമിയിലേക്ക് പോകും. ഇത് കേട്ട 3 പേരും എൻജോയ് ചെയ്ത് പാട്ട് പാടുന്നു. എന്നാൽ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ച് കേട്ടോ, ഞാൻ ഒരാളെ മാത്രമേ മയാമിയിലേക്ക് കൊണ്ടുപോവുകയുള്ളൂ. ഇത് കേട്ട ആൽവിൻ ഡേവിഡിന്റെ അടുത്തേക്ക് പോയി നൈസായി, ഡേവിഡ്, എനിക്കറിയാം നിനക്ക് ഞാനാണ് സ്പെഷ്യൽ എന്ന്. നീ എന്നെ തന്നെയല്ലേ കൊണ്ടുപോകുക? ആ 2 പേരെയും വിട്ടേക്ക്, നമുക്ക് 2 പേർക്കും എൻജോയ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഡേവിഡ്, നിന്റെ ഐഡിയ കയ്യിലിരിക്കട്ടെ മോനെ. അപ്പോൾ ഡേവിഡ് ആരെയായിരിക്കും കൊണ്ടുപോവുക? എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. പിറ്റേ ദിവസം എല്ലാവരും ഒരു പാർക്കിൽ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഡേവിഡ് അവരോട്, ഇവിടേക്ക് ഒരാൾ വരുന്നുണ്ട്, നിങ്ങളെ ഡീറ്റെയിൽ ആയി ഒന്ന് പരിചയപ്പെടാനാണെന്ന് പറയുന്നു. സൈമൺ ഒരു ബെസ്റ്റ് ഷോട്ട് തന്നെ അടിച്ചു. 3 പേരും ആ ബോളിന്റെ പിന്നാലെ പോയി. അത് കൃത്യമായി ആ ഹോളിലേക്ക് തന്നെ വീഴാൻ പോകുമ്പോൾ ഒരു കാല് വന്ന് അത് തടഞ്ഞു നിൽക്കുന്നു. എട ദുഷ്ട, എത്ര നല്ല ഷോട്ടായിരുന്നു, നീ അത് കുളമാക്കി. ആ പയ്യനാണെങ്കിൽ അയ്യോ ഞാൻ കണ്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ് ആ ബോള് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ടിയാട്ടോഡിനെയും ഒരു സ്ഥലത്ത് തൂക്കിയിട്ടിട്ട് അവിടെ നിന്നും പോയി. ഇത്രയും വൃത്തിയിട്ട പയ്യൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, എന്റെ ദൈവമേ. അപ്പോൾ അവിടേക്ക് ഡേവിഡ് വന്നിട്ട്, ഹേ ഗേറ്റ്സ്, ഇതാണ് സമന്ത, ഇതാണ് എന്റെ കുട്ടികൾ എന്ന് പറഞ്ഞ് ചിപ്മൺസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു സമന്തക്ക്. അങ്ങനെ അവരും നല്ലതിൽ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ സമന്ത നേരത്തെ കാണിച്ച പയ്യനെ കാണിച്ചിട്ട്, ഇതാണ് എന്റെ മകൻ മൈൽസ്, ഇവൻക്ക് ഒരുപാട് മ്യൂസിക് ഇഷ്ടമാണ് എന്ന് പറയുന്നു. ഇത് കേട്ട ചിപ്മൺസ്, വാവ് ബെസ്റ്റ്. എന്നാൽ നിങ്ങൾ 4 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരിക്കെ, ഞങ്ങൾ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ഡേവിഡുമായി അവിടെ നിന്നും പോയി. മൈൽസ് കുറച്ചു സമയം കൊണ്ട് തന്നെ നമ്മുടെ ചിപ്മൺസിനെ ബുദ്ധിമുട്ടിപ്പിക്കുകയും എന്തിനു പറയുന്നു, ഒരു ഗുണ്ടു പയ്യന് വെറും $20 നമ്മുടെ ടിയാട്ടോഡിനെ വിൽക്കുകയും ചെയ്തു. ആൽവിനും സൈമനും എങ്ങനെയോ ടിയാട്ടോഡിനെ കണ്ടെത്തി. എടാ, അതിന്റെ അനിയനാ, തിരിച്ചു തായെന്ന് പറയുമ്പോൾ ആ ഗുണ്ടു പയ്യൻ, ഇത് ഞാൻ $20 കൊടുത്ത് വാങ്ങിയതാണ്, ഇത് സംസാരിക്കും എന്ന് പറയുമ്പോൾ നമ്മുടെ കുഞ്ഞു ടിയാട്ടോട്, ഞാൻ പാട്ട് പാടുകയും ചെയ്യുമെന്ന് പറഞ്ഞ് പാട്ട് പാടുന്നു. എങ്ങനെയോ ആൽവിൻ പൈസ കൊടുത്ത് പുള്ളിക്കാരനെ തിരിച്ചു വാങ്ങി. അപ്പോൾ അവിടേക്ക് ഡേവിഡും സമന്തയും വന്നിട്ട് സമന്തക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു അർജന്റ് കോൾ വന്നത് കാരണം സമന്ത പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നൊരു ദിവസത്തേക്ക് മൈൽസ് ഇവരുടെ കൂടെ ഉണ്ടാകുമെന്ന് ഡേവിഡ് പറയുന്നു. ആഹാ ബെസ്റ്റ്. അവർ നേരെ പോയത് ഒരു മ്യൂസിക് സ്റ്റുഡിയോയിലേക്കാണ്. അവിടെയുള്ള ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കണ്ട് ചിപ്മൺസ് അവർക്ക് വേണ്ടി വന്നതാണ് എന്ന് കരുതി നിൽക്കുമ്പോൾ അവർ വെയിറ്റ് ചെയ്തിരുന്നത് ഫേമസ് ബോക്സിംഗറായ ആഷ്ലിക്ക് വേണ്ടിയായിരുന്നു. ആഷ്ലി കണ്ടയുടനെ തന്നെ നമ്മുടെ മൈൽസിന് ഒരു ക്രഷ് തോന്നുന്നുണ്ട്. ആളൊരു സ്വീറ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ചിക്മൺസിന്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നു. മൈൽസ് ആഷ്ലിയുമായി സംസാരിക്കാൻ നോക്കുന്നുണ്ട്. എന്നാൽ തിക്കും തിരക്കും കാരണം അതിന് പറ്റുന്നില്ല. ആഷ്ലി വർക്ക് ചെയ്യുന്നത് ഡേവിഡിന്റെ മ്യൂസിക് സ്റ്റുഡിയോയിലാണ്. അവിടെ സീൻ കട്ട് ചെയ്ത പിന്നെ നമ്മൾ കാണുന്നത് സമന്തയും ഡേവിഡും സംസാരിക്കുന്നതാണ്. ഡേവിഡിനോട് സമന്ത, നീ അവരെ കുട്ടികൾ എന്നൊക്കെ വിളിക്കാറില്ല, നിനക്ക് അവരെ എങ്ങനെ കിട്ടിയത്? അവരെ ദത്തെടുത്തതാണോ എന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ്, ഇല്ല, അവരെ എനിക്ക് കിട്ടി, അവരെ ഞാൻ ദത്തെടുത്തിട്ടൊന്നുമില്ല, ഞാൻ അവരെ കുട്ടികൾ എന്ന് വിളിക്കുന്നത് എനിക്ക് അവരോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറയുന്നു. അങ്ങനെ അവർ കുട്ടികളെ പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഡേവിഡ് മയാമിയിലേക്ക് സമന്തയെ ക്ഷണിക്കുന്നു.
അപ്പോൾ ഡേവിഡ് സമന്തയെയാണ് മയാമിയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ ചിപ്മൺസ് വീട്ടിൽ ഒരു റിയാലിറ്റി ഷോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിലെ ജഡ്ജ് വേറെ ആരുമല്ല, നമ്മുടെ ചിപ്പൻസ് ആണ്. ആൽവിൻ അത് കണ്ടിട്ട് ഈ അവസരം നമുക്ക് ലഭിച്ചിരുന്നെങ്കിൽ അത് അങ്ങനെയാടാ, ഗേൾസിനാണ് പെട്ടെന്ന് മെച്യൂരിറ്റി ഉണ്ടാവുക എന്ന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടേക്ക് ഡേവിഡ് വന്നിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന കവർ ടേബിളിൽ വെച്ചിട്ട് പോകുന്നു. അതിൽ സ്നാക്സ് ആണ് എന്ന് കരുതി ചിപ്മൺസ് ആ കവർ തുറന്നു നോക്കുമ്പോൾ അതിൽ പ്രപ്പോസ് റിംഗ് ആയിരുന്നു. ഇത് കണ്ട ആൽവിൻ തീർച്ചയായും ഡേവിഡ് സമന്തയെ കല്യാണം കഴിക്കാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ ഡേവിഡ് അവിടേക്ക് വരുന്ന ശബ്ദം കേട്ട് ആ റിംഗ് അതുപോലെ ആ കവറിലേക്ക് തന്നെ തിരിച്ചു വെച്ച് ഒന്നും അറിയാത്ത ഭാവത്തിൽ നിൽക്കുന്നു. എന്നിട്ട് ഡേവിഡ് ചിപ്മൺസിനോട്, എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് സമന്തയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. എന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമാകാൻ പോവുകയാണ് അവൾ, അത് നിങ്ങൾക്ക് വയ്യ മനസ്സിലാകും. പിന്നെ ഒരു കാര്യം കൂടി, ഞാൻ മയാമിയിലേക്ക് സമന്തയാണ് കൊണ്ടുപോകുന്നത്. ഇത് പറഞ്ഞ് ഡേവിഡ് ആ കവറുമായി തന്റെ റൂമിലേക്ക് പോയി ആ കവർ ഒരു ലോക്കറിൽ ലോക്ക് ചെയ്തു വെച്ചു. ഡേവിഡ് പറഞ്ഞത് സത്യമാണെങ്കിൽ സമന്ത നമുക്ക് അമ്മയായിരിക്കും. അപ്പോൾ മൈൽസ്, നമ്മുടെ ചേട്ടൻ, എന്റെ ദൈവമേ, എനിക്ക് വിശ്വസിക്കാൻ എന്നെ കഴിയുന്നില്ല. രാത്രി കിടക്കാൻ നേരത്ത് ചിക്മൺസിന് ഒട്ടും ഉറക്കം വരുന്നില്ല. അപ്പോൾ ആൽവിന് ഒരു ഐഡിയ തോന്നുന്നു. ഹായ് ഗേഴ്സ്, എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. പ്രപ്പോസൽ റിംഗ് ഇല്ലെങ്കിൽ സമന്തയില്ല, സമന്തയില്ലെങ്കിൽ മൈൽസും ഇല്ല. നമുക്ക് ആ റിംഗ് ഒളിപ്പിച്ചു വെക്കാമെന്ന് പറഞ്ഞ് ഡേവിഡിന്റെ റൂമിൽ പോയി ആ ലോക്കർ തുറക്കുന്നു. എന്നാൽ അതിൽ കവറില്ല. കവർ അതാ ചെയറിൽ തന്നെ ഇരിക്കുന്നു. ഇതിനാണോ ഇത്രയും കഷ്ടപ്പെട്ട് അന്വേഷിച്ചത്? എന്നാൽ ആ കവർ എടുക്കാൻ പോകുമ്പോൾ അലാറം സൗണ്ട് കേട്ട് ഡേവിഡ് എഴുന്നേൽക്കുന്നു. എടാ കുട്ടികളെ, നിങ്ങൾ ഇവിടെ എന്താ ചെയ്യുന്നത്? അതോ ഡേവിഡ് മയാമിലേക്ക് പോകുന്നതിന് മുൻപ് ഡേവിഡുമായി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാമെന്ന് കരുതി വന്നതാണ് എന്ന് പറയുന്നു. അപ്പോഴേക്കും മോർണിംഗ് ആയിട്ടുള്ളത് കൊണ്ട് ഡേവിഡ് പുറത്തേക്ക് പോകാനുള്ള തിരക്കിലാണ്. ഞാൻ വരുന്നത് വരെ നല്ല കുട്ടികളായി ഇവിടെ നിൽക്കണം. ഞാൻ അപ്പുറത്തെ ആന്റിയോട് നിങ്ങളെ ഒന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഡേവിഡ് ആ ആന്റിക്ക് ചെറുതായി മെന്റലാണ്. ഞാനില്ലാത്തപ്പോൾ ഇത്രയും വലിയ പാർട്ടി നടത്തിയതല്ലേ, നിങ്ങളെ എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ആന്റിയെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു കോണിംബൽ കേൾക്കുന്നു. സമന്തയും മൈൽസും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ ഡേവിഡ്, മൈൽസോ? അതേ കുട്ടികളെ, ഞങ്ങൾ വരുന്നത് വരെ മൈൽസ് ഇവിടെ ഉണ്ടാകും. അയ്യോ അത് വേണ്ട, ഞങ്ങൾ ഇവിടെ ഒറ്റയ്ക്ക് നിന്നോളാം. എന്ന ഒരു സൈക്കോടെ കൂടെ ഞങ്ങളെ നിർത്തരുത് എന്ന് പറയുമ്പോൾ ഡേവിഡ്, അവൻ നല്ല കുട്ടിയാണ്, നിങ്ങൾ എൻജോയ് ചെയ്യണമെന്ന് പറയുന്നു. ഡേവിഡ് അവരെ സ്പാനിഷിൽ വെൽക്കം ചെയ്യുന്നു. സ്പാനിഷ് അറിയാവുന്ന മൈൽസ് കളിയാക്കി ഡേവിഡിനോട് ഓരോന്നും പറയുന്നു. ഡേവിഡിന് സ്പാനിഷിൽ വെൽക്കം മാത്രമേ അറിയുകയുള്ളൂ. അതുകൊണ്ട് മൈൽസ് കളിയാക്കുന്നതാണോ എന്നൊന്നും ഡേവിഡിന് മനസ്സിലായില്ല. എന്നാൽ സ്പാനിഷ് അറിയാവുന്ന സൈമൺ അതിന്റെ മീനിങ് പറഞ്ഞു കൊടുക്കുന്നു. മൈൽസ് ആണെങ്കിൽ സൈമണുമായി ഓരോന്നും കളിയാക്കി സ്പാനിഷിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു. അവർ ജോളിയായി സംസാരിക്കുകയാണെന്ന് കരുതി ഡേവിഡും സമന്തയും അവിടെ നിന്നും പോയി. മൈൽസ് അവർക്ക് ബൈ പറഞ്ഞ് അവരവിടെ നിന്നും പോയി കുറച്ച് കഴിയുന്നതിന് മുൻപ് തന്നെ മൈൽസ് ചിക്മൺസിനെ വീട്ടിൽ നിന്ന് പുറത്താക്കി തന്റെ സ്വന്തം വീട് പോലെ ഗിറ്റാറെല്ലാം വായിച്ചു നിൽക്കുകയാണ്. ചിക്മൺസിനാണെങ്കിൽ ഇത് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ആൽവിൻ മൈൽസിനോട് ഡേവിഡ് സമന്തയെ പ്രപ്പോസ് ചെയ്യാൻ ഒരു വെഡിങ് റിംഗ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മൈൽസും ചിക്മൺസും ചേർന്ന് ആ കവർ തുറന്നു നോക്കുന്നു. എന്നാൽ അതിൽ ആ വെഡിങ് റിംഗ് ഉണ്ടായിരുന്നില്ല. അയ്യോ, അത് എവിടെ പോയി? അപ്പോൾ ഡേവിഡ് രാത്രി തന്നെ ആ റിംഗ് എടുത്തു ബാഗിൽ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ തീർച്ചയായും മയാമിൽ വെച്ച് ഡേവിഡ് സമന്തയെ പ്രപ്പോസ് ചെയ്യും. അപ്പോൾ മൈൽസ്, അപ്പോൾ നമ്മൾ ഇനി മുതൽ ഒരു കുടുംബമാണോ? ഞാൻ ചെറുതാകുമ്പോൾ തന്നെ എന്റെ അച്ഛൻ മരിച്ചു. അതുകൊണ്ട് തന്നെ അച്ഛൻ എന്താണ് എന്നൊന്നും എനിക്കറിയില്ല. അവർ കല്യാണം കഴിച്ചാൽ അവർക്കൊരു കുട്ടിയുണ്ടാകും. അപ്പോൾ നിങ്ങളെ ഡേവിഡ് തിരിച്ച് കാട്ടിൽ തന്നെ കൊണ്ടുപോയി വിടും. പിന്നെ നിങ്ങൾക്ക് അവിടെയുള്ള നെട്ടെല്ലാം തിന്ന് ജീവിക്കാം. ഹേ മൈൽസ്, ഡേവിഡ് ഞങ്ങളെ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. ആണോ? എന്നിട്ടാണോ മയാമിയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാതെ ഇവിടെ വിട്ടിട്ട് എന്റെ അമ്മയുമായി പോയത്? ഇതെല്ലാം ആലോചിക്കുമ്പോൾ ചിക്മൺസിനും അങ്ങനെ സംഭവിക്കുമോ എന്നൊരു പേടിയുണ്ടാകുന്നു. എന്നാൽ ശരി, നമുക്കെല്ലാവർക്കും ചേർന്ന് മയാമിയിലേക്ക് പോയി ആ പ്രപ്പോസൽ തടയാമെന്ന് പറയുന്നു. മൈൽസും ഓക്കെ പറഞ്ഞ് ലഗേജ് എല്ലാം എടുത്ത് പോകാൻ നേരത്ത് ദാ നിൽക്കുന്നു മുന്നിൽ ആ അയൽവാസി അമ്മച്ചി. ആഹാ കുട്ടികളെ, ഞാൻ കാണാതെ പുറത്തേക്ക് പോകാമെന്ന് കരുതിയോ? എല്ലാവരും വീട്ടിലേക്ക് തന്നെ തിരിച്ചു കയറിക്കോ. ഈ അമ്മച്ചി കാണാതെ എങ്ങനെ പുറത്തേക്ക് പോകാം? ആൽവിന് ഒരു ഐഡിയ കിട്ടി. ആൽവിൻ 3 സ്ക്യൂരൽസിനെ കൊടുന്നു. എന്നിട്ട് അതിന് അവരുടെ ഡ്രസ് ഇട്ട് കൊടുത്തിട്ട് അവിടെ നിന്നും എസ്കേപ്പായി. എയർപോർട്ടിൽ എത്തിയപ്പോൾ മൈൽസിന്റെ കയ്യിലുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഒരു ടിക്കറ്റ് മാത്രമേ എടുക്കാൻ കഴിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ 3 പേരും 3 വഴിയിലായി ഒളിക്കുന്നു. അങ്ങനെ ഫ്ലൈറ്റും ടേക്ക് ഓഫ് ചെയ്തു. ആനിമൽസിനെ കൊണ്ടുപോകുന്ന ഭാഗത്താണ് ടിയാട്ടോടുള്ളത്. ആൽവിൻ ആണെങ്കിൽ വിശക്കുന്നു എന്ന് പറഞ്ഞ് ഫുഡുള്ള ഭാഗത്തേക്ക് പോകാൻ നേരത്ത് സൈമൺ, അത് പറ്റില്ല, നമ്മൾക്ക് ടിക്കറ്റ് ഇല്ല, അതുകൊണ്ട് നമ്മളെ പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ആര് കേൾക്കാൻ? അങ്ങനെ പോകുമ്പോൾ ആൽവിൻ ഏജന്റ് ജെയിംസ് സാക്സിനെ കാണുന്നു. പുള്ളിക്കാരൻ എയർ മാർഷൽ കൂടിയാണ്. എന്ന് വെച്ചാൽ അമേരിക്കയിലുള്ള എല്ലാ ഫ്ലൈറ്റ് സർവീസിനും ഇയാൾക്ക് ഓർഡർ കൊടുക്കാൻ പറ്റും. ആൽവിനും അയാളോട് 1-2 പറഞ്ഞ് അവസാനം ഫുഡ് തേടി ഫസ്റ്റ് ക്ലാസ് ഭാഗത്തും എത്തി. അവിടെ സീൻ കട്ട് ചെയ്ത നമ്മുടെ ടിയാട്ടോഡിനെയാണ് കാണിക്കുന്നത്. അവിടെ കൂട്ടിലുണ്ടായിരുന്ന ഒരു കുരങ്ങൻ ദയവ് ചെയ്ത് ഈ കൂട് തുറന്നു വിട് എന്ന് ടിയാട്ടോഡിനോട് പറയുന്നു.
നമുക്കറിയാം ടിയാട്ടോട് ഇമോഷണലും സ്വീറ്റുമാണെന്ന്, അതുകൊണ്ട് തന്നെ ടിയാട്ടോട് ആ കൂട് തുറന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞു. എന്നാൽ ആ കുരങ്ങനുണ്ടോ അവിടെയുണ്ടായിരുന്ന എല്ലാ കൂടും തുറന്നു വിട്ടു. മോനെ, പണി പാളി. ആൽവിനോട് ബോഡി പാസ് ചോദിച്ചപ്പോൾ ആൽവിൻ സൈമനുമായി ഓടാൻ തുടങ്ങി. അത് കണ്ട ജെയിംസ് സക്സ്, ഫ്രീസ്, അനങ്ങിപ്പോകരുത്. അപ്പോൾ അതാ ഒരു കുരങ്ങൻ വരുന്നു. ആരും പേടിക്കേണ്ട, ഒരു കൂട് തുറന്നു വന്ന ഒരു പാവം കുരങ്ങനാണത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദാ ഒരു കാട് തന്നെ ഇളകി വരുന്നു. യാത്രക്കാർക്ക് അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് എമർജൻസി ലാൻഡിംഗ് ചെയ്യുകയാണ്. ഇത് കേട്ട യാത്രക്കാർ ഫ്ലൈറ്റ് ഇപ്പോൾ നേരെ നിലം പതിക്കുമെന്ന് കരുതി ആർക്കാൻ തുടങ്ങി. ഓ എന്റെ യാത്രക്കാരെ, ഞാൻ പറഞ്ഞത് ഫ്ലൈറ്റ് ഇപ്പോൾ അടുത്തുള്ള ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യുമെന്നാണ്. അടുത്ത ഷോട്ടിൽ ജെയിംസ് സക്സിന്റെ ഓഫീസാണ് കാണിക്കുന്നത്. അനിമൽസിനെ റിലീസ് ചെയ്തത്, ഇല്ലീഗലായി ട്രാവൽ ചെയ്തത്, ഫ്ലൈറ്റ് എമർജൻസി ലാൻഡിംഗ് ചെയ്തത്, ഇതിനെല്ലാം നിങ്ങൾക്ക് 3 പേർക്കുമെതിരെ കേസെടുക്കാൻ പോവുകയാണ്. എന്റെ ഇത്ര വർഷത്തെ സർവീസിനിടയിൽ ഇത്രയും വലിയൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങളെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതേണ്ട. എന്റെ സുന്ദരമായ ജീവിതം ഇങ്ങനെ തകരാൻ തന്നെ കാരണം നിങ്ങളാണ്. ഞാൻ എന്റെ ലവറിനെ വളരെ ഭംഗിയിൽ തന്നെ പ്രപ്പോസ് ചെയ്തു. എന്നാൽ അവൾ എന്റെ ഗിഫ്റ്റ് വാങ്ങിയിട്ട് നിങ്ങളുടെ വീട് കണ്ടില്ലേ, ഫുള്ളും ആൽവിനും ചിക്മൺസിന്റെ ഫോട്ടോസും ബൊമ്മകളുമാണ്. നിങ്ങൾ ഇപ്പോഴും ഒരു കുട്ടിയെ പോലെയാണ് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് അവിടെ നിന്നും പോയി. നിങ്ങൾ കാരണം എന്റെ പ്രണയം തന്നെ ഇല്ലാതെയായി. അന്ന് വെറുക്കാൻ തുടങ്ങിയതാണ് ഞാൻ നിങ്ങളെ. ഇതിനു പ്രതികാരമായി ഞാൻ നിങ്ങളെ നോ ഫ്ലൈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അതെന്താണെന്ന് വെച്ചാൽ ഇനി അമേരിക്കയിലുള്ള ഒരു ഫ്ലൈറ്റിലും ഇവർക്ക് 3 പേർക്കും യാത്ര ചെയ്യാൻ കഴിയില്ല. ഞാൻ എയർ മാർഷലാണ്. ആകാശത്തിലെ പോലീസ്. എന്നെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. സാർ, നിങ്ങളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ടൈ ആ കോഫിയിലാണെന്ന് കാണുന്നുണ്ടോ? ഓ, ഞാനത് ക്ലീൻ ചെയ്തിട്ട് വരാം. 15 മിനിറ്റ് എവിടേക്കും പോകരുത്. ജെയിംസ് സക്സ് ബാത്റൂമിൽ പോയ തക്കത്തെ 4 പേരും ഒരു ടാക്സി വിളിച്ച് എസ്കേപ്പായി. വീട്ടില്ല ഞാൻ നിങ്ങളെ. മൈൽസ് തന്റെ കയ്യിലുള്ള പൈസ കൊണ്ട് എത്ര ദൂരം പോകാമോ അത്രയും ദൂരം പോയി. മയാമിയിലെ പാർട്ടി നടക്കാൻ ഇനിയും 3 ദിവസമുണ്ട്. അതിനു മുൻപായി നമ്മൾ അവിടെ എത്തണം. ദേ ഡേവിഡിന്റെ വീഡിയോ കോൾ. മൈൽസ്, അപ്പോൾ ഞാൻ എന്തായാലും ഈ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യില്ല. എന്നിട്ട് വേണം സ്ഥലം പോലും അറിയാത്ത ഈ നടു റോട്ടിൽ നിൽക്കുന്നത് ഡേവിഡ് കാണാൻ. അങ്ങനെ കോൾ കട്ടാകുന്നു. കോൾ കട്ടായത് കൊണ്ട് തന്നെ ഡേവിഡ് അവിടുത്തെ ആന്റിക്ക് വിളിച്ചു ചോദിക്കുന്നു. ആന്റിയും ചിക്മൺസിനെ പോയി നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, പക്ഷെ വീട് ആകെ അലങ്കോലമായി കിടക്കുകയാണ്. ഓ ആന്റി, അതൊന്നും കുഴപ്പമില്ല, അത് അവരുടെ സ്ഥിരം പണിയാ. ഡേവിഡിനും സമാധാനമായി. രാത്രി തങ്ങാനായി 4 പേരും ഒരു പബ്ബിൽ കയറുന്നു. അതിന്റെ ഓണർ ആണെങ്കിൽ അയ്യോ അനിമൽസ് ഇവിടെ അലൗഡ് അല്ല എന്ന് പറയുമ്പോൾ ഫേമസ് ആയ ആൽവിനും ചിക്മൺസിനെ അറിയില്ലേ? ഇല്ല, എനിക്ക് ചിപ്പൻസിനെ മാത്രമേ അറിയുകയുള്ളൂ. ഞങ്ങൾ നന്നായി പാട്ട് പാടും എന്ന ഒരു പാട്ട് പാടിക്ക് 4 പേരും ഒരു കിടുക്കാച്ചി പാട്ട് തന്നെ പാടുന്നു. നമ്മളുടെ മൈൽസ് ഗിറ്റാർ വായിക്കുകയാണ്. പിന്നെ എന്താ പറയുക, അവിടെയുള്ളവരെല്ലാം മറ്റൊരു മൂഡിലാണ്. ഒരു വൈബ് തന്നെ. ജെയിംസ് സക്സ് അങ്ങനെയൊന്നും അവരെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ടാക്സി പിടിച്ച് അതേ പബ്ബിലേക്ക് തന്നെ വരുന്നു. സാർ, $25. ഹെഡോ, ഞാൻ ആകാശത്തിലെ പോലീസാണ്. ഞാൻ നിലത്തൂടി വണ്ടി ഓടിക്കുന്നതിന്റെ ഓണറാണ്. ഇതുവരെ വന്നതിന്റെ പൈസ $25 തന്നേക്ക്. ഇപ്പൊ തരാടോ. അങ്ങനെ ജെയിംസ് സക്സ് ആ പബ്ബിനുള്ളിലേക്ക് കയറുന്നു. ഇത് കണ്ട ആൽവിൻ, നിങ്ങൾ 3 പേരും അയാൾ കാണാതെ ഇതിലൂടെ പോയിക്കോ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറയുന്നു. എന്നിട്ട് അവിടുത്തെ ഓണറിന്റെ താടിയിൽ തന്നെ ഒളിച്ചിരിക്കുന്നു. ആ കൂറ്റൻ താടിയിലുള്ള ആൽവിനെ കണ്ട് ജെയിംസ് സക്സ്, എടാ നീ ഇവിടെ ഒളിച്ചിരിക്കുകയാണോ എന്ന് പറഞ്ഞ് അയാളുടെ താടി പിടിച്ചു വലിച്ചു. നല്ല വേദന ഉണ്ടാകുമേ. അയാൾ ഒറ്റൊന്നണ്ട് കൊടുത്തു. പിന്നെ ഒരു മിന്നായം മാത്രം. അവിടുന്നും ഇവിടുന്നും കിട്ടുന്ന അടിയെല്ലാം ജെയിംസ് സക്സ് ഇരന്നു വാങ്ങുകയാണ്. ഇവരാ തക്കത്തിൽ അതേ ടാക്സിയിൽ തന്നെ വന്ന് കയറുന്നു. അപ്പോൾ ആ ടാക്സിക്കാരന്റെ ആ പോലീസുകാരൻ എനിക്ക് $25 തരാനുണ്ട്. ആ പോലീസുകാരനല്ലേ, ഞങ്ങൾ അതിന്റെ ഇരട്ടി തരാടോ, വേഗം വണ്ടിയെടുക്കി എന്ന് പറഞ്ഞ് അവർ ആൽവിനുമായി അവിടെ നിന്നും പോയി. പിന്നാലെ വന്ന ജെയിംസ് സക്സ് ഒരു പോസ്റ്റിൽ ഇടിച്ച് ഇതാ നിലത്തേക്ക് വീണു. കുറച്ചു ദൂരം ചെന്നപ്പോഴാണ് ആ ടാക്സിക്കാരന് ഇവരുടെ കയ്യിൽ 5 പൈസ ഇല്ല, ഉടായിപ്പാണെന്ന് മനസ്സിലാക്കി അവരെ അവിടെ തന്നെ ഇറക്കി വിട്ടു. ചിക്മൺസിന് ഇപ്പോൾ പണ്ടത്തെ പോലെ മരത്തുമ്മലൊന്നും അങ്ങനെ കിടക്കാൻ പറ്റുന്നില്ല. എന്താടോ, നിങ്ങൾ അനിമൽസ് ആണ്, മരത്തിലാണ് കിടക്കേണ്ടത്. എനിക്കാണ് ഈ മരത്തിന്റെ താഴെ കിടക്കാൻ പറ്റാത്തത്. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൈൽസ്, നിങ്ങൾ ഒരേ കുടുംബത്തിലുള്ളതായതുകൊണ്ട് തന്നെ കട്ടക്ക് ഫുൾ സപ്പോർട്ടായി ആരെയും തനിച്ചാക്കാതെ നിൽക്കുന്നു. എന്നാ എന്റെ അച്ഛൻ ഇതൊന്നും ചിന്തിക്കാതെ എന്നെയെയും എന്റെ അമ്മയെയും തനിച്ചാക്കിപ്പോയി. മൈൽസ്, നിന്റെ അച്ഛൻ നിന്നെ ഉപേക്ഷിച്ചു പോയതാണോ? നീ പറഞ്ഞത് മരിച്ചതാണ് എന്നല്ലേ? ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ മരിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാമല്ലോ. സോറി മൈൽസ്, ഞങ്ങൾക്കിതൊന്നും അറിയില്ലായിരുന്നു. ഡേവിഡ് സമന്തെ കല്യാണം കഴിക്കുകയാണെങ്കിൽ ഡേവിഡ് ഒരിക്കലും നിന്നെ കൈവിടില്ല എന്ന് പറയുമ്പോൾ മൈൽസ്, അതൊക്കെ വെറുതെയാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ യാത്രക്ക് വന്നത്? വിവാഹശേഷം ഡേവിഡ്
നിങ്ങളെ ഉപേക്ഷിക്കുമോ എന്ന പേടി ഉള്ളതുകൊണ്ട് തന്നെയല്ലേ? എല്ലാ അച്ഛനും അങ്ങനെ തന്നെയാണ്, നമ്മളെ ഉപേക്ഷിക്കില്ല എന്നൊക്കെ പറയും, എന്നിട്ട് ഉപേക്ഷിച്ചിട്ട് പോകും. മൈൽസ് വളരെ ഇമോഷണലായി പറയുന്നു.